ഹായ് ഗഡീസ്, കുഡോസ് ടു യുവർ സെൽഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റമാണ്. നമ്മുടെ കൊച്ചു പിള്ളേരുടെ കയ്യിൽ പോലും DC മോട്ടർ, മിനി മോട്ടർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അവർക്കത് ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. എന്നാൽ നമുക്കത് വെള്ളത്തിൻ്റെ ഉള്ളിൽ തിരിയണ ഒരു മിനി മോട്ടർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ മിനി മോട്ടറിനെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ യൂസ് ചെയ്യാമെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് അത് വെള്ളത്തിൻ്റെ അടിയിൽ യൂസ് ചെയ്യാൻ ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ബോട്ട് ഉണ്ടാക്കുന്ന പോലും ഇത് വളരെ യൂസ്ഫുള്ളാണ്. വെള്ളത്തിൻ്റെ അടിയിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു മിനി മോട്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 25 mm PVC പൈപ്പ് എടുക്കാം. അതിൻ്റെ ഒരു ചെറിയ പീസാണ് നമുക്ക് വേണ്ടത്. ഈ മോട്ടറിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് എക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുക. അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. ഇത് ഞാൻ കട്ട് ചെയ്ത് ചെറിയൊരു വളവുണ്ട്, അത് ഞാൻ സ്ട്രെയിറ്റ് ആക്കും. ഓക്കെ, കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പാകത്തിനൊരു ചെറിയ പീസ് PVC കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ട് സൈഡും ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് നടുക്കിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ DC മോട്ടറിൻ്റെ വയർ പുറത്തേക്ക് എടുക്കാനാണത്. ആ വയർ രണ്ടും പതുക്കെ അതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുത്തിട്ട് അവിടെ നമുക്കത് ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം കിടക്കാത്ത എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്യണം. എന്നാലും നമുക്കത് എന്ത് മെറ്റീരിയലാവാം, എന്തെങ്കിലും ഫില്ലറാവാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സിലിക്കോണാണ്. സിലിക്കോൺ വാട്ടർ പ്രൂഫാണ്. നമ്മുടെ ഫിഷ് ടാങ്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് സിലിക്കോൺ. അപ്പോൾ കുറച്ച് സിലിക്കോൺ നമുക്ക് ഈ മുടിയിൽ നിറയ്ക്കാം. ഞാൻ ക്യാപ്പിൽ മൊത്തം നിറച്ചിട്ടുണ്ട്. നമുക്കത് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ താഴെ നമുക്കത് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്യാപ്പിൻ്റെ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഈ സിലിക്കോൺ വെച്ച് അത് മൊത്തം ടൈറ്റാക്കി ഫിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളം ഒരിക്കലും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാത്ത രീതിയിൽ നമ്മൾ എല്ലാ ഗ്യാപ്പിലും ഈ സിലിക്കോൺ വെച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ താഴെ നമ്മുടെ വാട്ടർ പ്രൂഫ് ആയിട്ട് ഇനി മുകൾ ഭാഗത്ത് നോക്കാം. മുകളിൽ ആ കാണുന്ന ഗ്യാപ്പുകളിലൊക്കെ ഈ സിലിക്കോൺ കുത്തി ഇറക്കി എയർ ടൈറ്റ് ആക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ആ മൂടിയിലൊരു ഹോൾ ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിലൊക്കെ എല്ലാ ഗ്യാപ്പിലും സിലിക്കോൺ വെച്ച് നിറച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ മോട്ടറൊന്ന് ജസ്റ്റ് തിരിച്ചു നോക്കാം. ഇനി നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളൊരു ഒരു കുഴി പോലെ കർവാക്കി എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രീസ് നിറയ്ക്കണം അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഗ്രീസ്, അതിൻ്റെ മുകളിലും ടോപ്പിൻ്റെ ഉള്ളിലും ടോട്ടലായിട്ട് നമ്മൾ ഗ്രീസ് കൊണ്ട് നിറയ്ക്കണം. അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ ഇത് തിരിയാനും ബുദ്ധിമുട്ടുണ്ടാവില്ല, എന്നാൽ വെള്ളമൊട്ട് ഉള്ളിലേക്ക് കടക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീസ് യൂസ് ചെയ്യുന്നത്. ഗ്രീസ് ആകുമ്പോൾ നമുക്ക് അവിടെ ഒരിക്കലും അവിടെ നിന്ന് നഷ്ടപ്പെടാണ്ട് അവിടെ തന്നെ സ്റ്റോറായിട്ടിരുന്നോളും. മോട്ടറിൻ്റെ ഉള്ളിലേക്ക് പോവില്ല, മോട്ടർ പുറത്തേക്കും വരില്ല. അപ്പോൾ നമുക്കത് വെള്ളം ഉള്ളിലേക്ക് കടക്കാണ്ടിരിക്കാൻ അതേസമയം മോട്ടർ തിരിയാനും വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഗ്രീസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്.
അതിട്ടില്ലെങ്കിൽ നമ്മുടെ മോട്ടറിൽ വെള്ളം കയറി മോട്ടർ ഷോർട്ടായി പോകും. ഇത് എയർ ടൈറ്റ് ആക്കി ഫിനിഷ് ആക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം. ഇതിപ്പോൾ നമുക്ക് കൊടുത്തതിൽ വർക്കിംഗ് ഉണ്ടോ, വയർ വിട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സപ്ലൈ കൊടുത്ത് തിരിച്ച് നോക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒന്ന് ജസ്റ്റ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 5-6 മണിക്കൂർ വെറുതെ എവിടെയെങ്കിലും വയ്ക്കുക, അനക്കാണ്ട് വയ്ക്കണം. കാരണം ഇത് പിന്നെ സെറ്റാവണതിൻ്റെ ഇടയിൽ നമ്മൾ അനക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലത്തേക്ക് ഇളകി പിന്നെ എവിടെയെങ്കിലും ഗ്യാപ്പ് വന്ന് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഒരു 5-6 മണിക്കൂർ നമ്മളത് അങ്ങനെ വെച്ച് സെറ്റാവാൻ കൊടുക്കുക, സമയം കൊടുക്കുക. മിക്സിയിൽ വെച്ചിട്ട് നമുക്ക് ഫാൻ ഈ മോട്ടറിൻ്റെ അറ്റത്ത് ഫിക്സ് ചെയ്താൽ മതി. ഒരു പേപ്പർ കഷ്ണം വെച്ചിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഫാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഗൈസ്, നമ്മളിത് വെള്ളത്തിലിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫൈനൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാൻ പോവാണ്. ഇത് നമുക്ക് നോക്കാം എല്ലാം ശരിയായിട്ടുണ്ടോ, വെള്ളം ഉള്ളിലേക്ക് കിടക്കുന്നുണ്ടോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് വെള്ളത്തിൻ്റെ ഉള്ളിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ബാറ്ററിയിൽ കണക്ഷൻ കൊടുക്കുകയാണ്. ഇതേ വെള്ളത്തിൻ്റെ ഉള്ളിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സെയിം സ്പീഡിൽ നല്ല പവറിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൊജക്റ്റ് സക്സസ് ആണ്. കുഡോസ് മീൻസ് സക്സസ് കിട്ടുന്നൊരു അപ്രീസിയേഷനാണ് കുഡോസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും നല്ല വീഡിയോസ് ഇടും. ആക്ച്വലി ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോൻ്റെ ഒരു ചെറിയ പാർട്ടാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു.